ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആഴ്ചയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആത്മീയ ചിന്തകൾ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നുള്ളവയാണ്. ആദ്യമായി 1-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളിലൊന്നാണ് ഇവിടെ നാം കാണുന്നത്. എന്താണത്? കർത്താവിൽ സന്തോഷിക്കുക. അപ്പോൾ നാം കർത്താവിൽ വിശ്വസിക്കുക മാത്രമല്ല, കർത്താവിൽ സന്തോഷിക്കുകയും വേണം. ഇനി ഇതേ കാര്യം പൗലോസ് വീണ്ടും പറയുന്നുണ്ട്. അത് 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണ്. അവിടെ കാണുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ്. സാധാരണയായി മനുഷ്യർ സന്തോഷിക്കുന്നത് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ്. എന്നാൽ പലപ്പോഴും സന്തോഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുന്നത് സാഹചര്യങ്ങൾ അനുസരിച്ച് സന്തോഷിക്കാനല്ല, കർത്താവിൽ സന്തോഷിക്കാനാണ്. ഈ കാര്യം പൗലോസ് ഫിലിപ്പിയരോട് പറയുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഉദാഹരണത്തിന് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുന്ന സംഭവം വിവരിക്കുന്നുണ്ട്. വെളിച്ചപ്പാടത്തിൽ നിന്നും പൗലോസ് ഭൂതത്തെ പുറത്താക്കിയത് അവളെക്കൊണ്ട് വരുമാനമുണ്ടാക്കിയിരുന്നവരെ പ്രകോപിപ്പിച്ചു. അവർ പൗലോസിനും ശീലാസിനുമെതിരെ തിരിഞ്ഞു. അധികാരികൾ പൗലോസിനെയും ശീലാസിനെയും അടിക്കാൻ ശിക്ഷ വിധിച്ചു. രണ്ടുപേർക്കും വളരെ അടികിട്ടി. അതിനുശേഷം അവരെ കാരാഗൃഹത്തിലാക്കി കാലുകൾ ആമത്തിലിട്ട് പൂട്ടി. ആമത്തിലിട്ടാൽ പിന്നെ നടക്കാൻ കഴിയില്ല. എന്നാൽ വേദനയുടെയും ബന്ധനത്തിൻ്റെയും നടുവിൽ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസും ശീലാസും പ്രാർത്ഥിക്കുകയും ദൈവത്തെ പാടി സ്തുതിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ലേഖനം 5:13 സുഖമനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ എന്ന് പറയുന്നുണ്ട്. ഇവിടെ പൗലോസിനും ശീലാസിനും ശരീരത്തിൽ യാതൊരു സുഖവുമില്ല. എങ്കിലും അവർ പാട്ട് പാടുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർ അനുഭവിക്കുന്ന ആത്മീയ സുഖമാണ്. അവരുടെ സന്തോഷം സാഹചര്യങ്ങളിലല്ല, മറിച്ച് കർത്താവിലാണ്. ഈ ലേഖനം എഴുതുമ്പോഴും പൗലോസ് കാരാഗൃഹത്തിലാണ്. എന്നാൽ കർത്താവ് ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന സന്തോഷം മറ്റെന്തിനേക്കാളും വലുതായതിനാൽ പൗലോസിന് സന്തോഷിക്കാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ദുഃഖങ്ങളുടെ മധ്യേ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പാപമോചനവും നിത്യജീവനും ഓർത്ത് കർത്താവിൽ സന്തോഷിക്കാം. അടുത്തതായി നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. അത് 3-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക എന്നതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാണുന്ന ഒരു കാര്യം, ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ചവരെ മാത്രമേ അവർക്ക് ക്രിസ്ത്യാനികളായി അംഗീകരിക്കാൻ കഴിയൂ. അക്രൈസ്തവനായ ഒരാൾ താൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നാൽ അവനെ അംഗീകരിക്കാൻ അവർക്ക് മടിയാണ്. കേരളത്തിലെ ഒരു പ്രമുഖ ക്രിസ്തീയ വിഭാഗക്കാർ വിശ്വസിക്കുന്നത് അവരുടെ പൂർവ്വപിതാക്കന്മാർ യഹൂദന്മാരായിരുന്നുവെന്നാണ്. അതിലവർ വളരെ അഭിമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഹൂദന്മാരുടെ പിതാവായിരുന്ന അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതിന് മുൻപ് അബ്രഹാം ആരായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അബ്രഹാം വിജാതീയനായിരുന്നു എന്നാണ്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരാളെ വിളിക്കുന്നതിന് മുൻപുള്ള അവസ്ഥ, അല്ലെങ്കിൽ സത്യദൈവത്തെ ഒരാൾ അറിയുന്നതിന് മുൻപുള്ള അവസ്ഥയിലല്ല കാര്യം. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ഒരാൾക്ക് ജന്മനാ ക്രിസ്ത്യാനിയാകാൻ കഴിയുമോ? റോമർ 9:6-11 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്
അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് ഒരാൾക്ക് വിശ്വാസിയാകാൻ കഴിയില്ല എന്നാണ്. മാത്രമല്ല, അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ 2 മക്കളിൽ ഒരാൾക്ക് മാത്രമേ വിശ്വാസിയാകാൻ കഴിഞ്ഞുള്ളൂ എന്നതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഇതിൻ്റെ അർത്ഥം ഒരു ക്രിസ്ത്യാനിയുടെ മകനായി ജനിക്കുക എന്നത് ജഡത്താലുള്ള ജനനവും വീണ്ടും ജനിക്കുക എന്നത് ആത്മാവിനാലുള്ള ജനനവുമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ജഡപ്രകാരം കിട്ടിയതൊക്കെ നശിച്ചു പോകും. നമ്മുടെ ശരീരം ജഡമാണ്, അത് നശിച്ചു പോകാനുള്ളതാണ്. അതുകൊണ്ട് ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക എന്നതാണ് ഒരു ദൈവപൈതൽ ചെയ്യേണ്ടത്. ഇനി ദൈവമക്കൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. അതിനായി ഫിലിപ്പിയർ 3-ാം അധ്യായത്തിലെ 20-ാം വാക്യം വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം. കർത്താവായ യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ സമയം ആകാശത്തേക്ക് നോക്കി നിന്ന ശിഷ്യന്മാരോട് ദൈവദൂതന്മാർ പറഞ്ഞത് എന്താണെന്നോ? ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പലരും ചോദിക്കുന്നത്, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ? യേശു വീണ്ടും വരുമോ? എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഒന്നാമത് വരുന്നതിന് വളരെ മുമ്പ് തന്നെ പ്രവാചകന്മാരായിരുന്ന മീഖ പ്രവചിച്ചു യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം സംഭവിക്കുമെന്ന് ദാവീദും യെശയ്യാവുമൊക്കെ പ്രവചിച്ചു. താൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശുക്രിസ്തു തന്നെ പ്രവചിച്ചു. ഈ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമായി. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ 2-ാം വരവ് എന്ന പ്രവചനവും യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. ക്രിസ്തുവിൻ്റെ 1-ാം വരവിനായി പഴയ നിയമ ഭക്തന്മാർ കാത്തിരുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ 2-ാം വരവിനായി കാത്തിരിക്കണമെന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമുക്ക് വേണ്ട 3 കാര്യങ്ങൾ നാം കണ്ടു. 1, കർത്താവിൽ സന്തോഷിക്കുക. 2, ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുക. ഈ 2 കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്നെങ്കിൽ 3-ാമത്തേതും നമുക്ക് കഴിയും. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുക എന്നതാണ് 3-ാമത്തേത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം കേട്ട വചനങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.